അല്ല കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സ്പാനിഷ് ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് സാധാരണ അവർ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് വളരെ സ്ലൈസ് ചെയ്ത് ഭയങ്കര കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെറിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ കനം കുറച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളനെ അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് സാധാരണയായിട്ട് നമ്മൾ സ്പാനിഷ് ഓംലെറ്റിൽ അവർ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അതിൽ കുറച്ച് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് അടച്ച് ഒരു 6-7 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അത് അടച്ചു വെച്ചിട്ടുള്ളത് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് നല്ലതുപോലെ ഉരുളൻകിഴങ്ങൊക്കെ കുക്കായി സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളൻകിഴങ്ങിൻ്റെ. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുള്ളൂ. നല്ല ഇങ്ങനെ കട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 മുട്ട എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുത്തിച്ചതച്ച് അങ്ങനെ ഒരു എന്താ പറയുക ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം നല്ലൊരു മണത്തിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് മല്ലിയില ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും സവാളയുമായിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാനിൽ വീണ്ടും കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഈ മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ടയിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അത് ആ ഒരു അത്രയധികം കട്ടിക്ക് വരാത്തത്. നിങ്ങൾക്ക് നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല ഒരു കട്ടിയായിട്ട് ഒരു അപ്പം പോലെ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മുട്ട എടുക്കണം കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓൾറെഡി നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ഒത്തിരി നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലിത് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ മുട്ടയൊക്കെ ആയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് തിരിച്ചിടാനായിട്ട് ഒരു ഇത്തിരി പാടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് പിടിച്ചായിരുന്നു കേട്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. അതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കത് തിരിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് പിടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ പതിയേനെ ഇങ്ങനെ ചെരിച്ച് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കുക്ക് ചെയ്യാനായിട്ട് പാനിലോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ടപ്പോൾ അത്ര വലിയതായിട്ട് പൊട്ടൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. പക്ക സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഹെന്നാസ് ലിൽ വേർഡ് സ്പെഷ്യൽ സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. താങ്ക് യു.